ബിനിലിലേക്ക് കൂടി പോവുകയാണ്. ബിനിൽ, നേരത്തെ നമ്മൾ സംസാരിച്ചു, ചടുല നീക്കങ്ങളാണ് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നടി ഹണി റോസിന്റെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഏത് രീതിയിൽ ഇനി ഇതിന്റെ നിയമ നടപടികൾ അതെങ്ങനെയായിരിക്കും? ആര്യ, നേരത്തെ IPC ആയിരുന്നതിനേക്കാൾ കൂടുതൽ കടുത്ത നിയമ നടപടികളാണ് ഈ BNSSന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾക്കുണ്ടാകുന്നത്. കാരണം ഈ BNSS പ്രകാരം ഈ കേസ്, അതായത് ഈ ലൈംഗിക ദ്വയാർത്ഥ പ്രയോഗം അടക്കമുള്ള കേസുകൾ സെഷൻസ് ജഡ്ജ് നേരിട്ട് വിചാരണ ചെയ്യേണ്ട കേസുകളാണ്. മുൻപായിരുന്നുവെങ്കിൽ ഇത് മജിസ്ട്രേറ്റ് കോടതി വിചാരണ ചെയ്യുന്ന കേസുകളായിരുന്നു. അത്തരത്തിൽ ഈ കേസിന്റെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സ്വാഭാവികമായത് ബോബി ചെമ്മണ്ണൂരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ എളുപ്പത്തിലൊക്കെ ജാമ്യം കിട്ടുന്ന ഒരു കേസായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹണി റോസ് അല്പം മുമ്പ് കോടതിയിൽ ഹാജരായി ബോബി ചെമ്മണ്ണൂരിനെതിരെ രഹസ്യമൊഴി അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഈ കേസ് സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന് ഒരല്പം കൂടി കടുത്ത രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യും. അതുതന്നെ ഈ കേസിൻ്റെ രീതിയും അതിൻ്റെ ഗൗരവവും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യം കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് പോലീസിന് ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ചില കാര്യകാരണങ്ങൾ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ പുറത്തിറങ്ങിയ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, നേരത്തെയുള്ള ഒരു കേസായിരുന്നു. ഒരു റിട്ടയർഡ് KSEB ജീവനക്കാരനെതിരായ കേസ് റദ്ദാക്കാൻ അദ്ദേഹം കോടതിയിൽ വരുന്നു. അപ്പോൾ കോടതി ഇന്നലെ ആ കേസ് റദ്ദാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന രണ്ട് നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കുക അല്ലെങ്കിൽ അതിന് കമന്റ് ഇടുക എന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികം മാറുമ്പോൾ വകുപ്പുകൾ കടുക്കുകയാണ്, ശിക്ഷയും കടുക്കും, കുറ്റങ്ങളും കടുക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം, ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും.